നമസ്കാരം. എല്ലാവർക്കും വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വരാഹി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുന്നതിനായി ബീജമന്ത്രങ്ങളാലല്ലാതെ ദേവിയുടെ ലളിതമായ നാമങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഇന്നത്തെ വീഡിയോയിലും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വരാഹിയമ്മയെ നമുക്ക് നിത്യവും പ്രാർത്ഥിക്കുന്നതിന് ലളിതമായ നാമങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോകൾക്കായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വരാഹി ദേവിയുടെ നാമങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വരാഹി ദേവിയെ നിത്യവും ഭജിക്കുന്നതിന് കുറച്ച് സമയം കണ്ടെത്തി ദേവിയോട് നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കാം. അതിനായി ശാന്തമായും ഏകാഗ്രമായും ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ദേവിയുടെ നാമങ്ങൾ ശ്രവിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന തുടരാം. എല്ലാവർക്കും ഈ വീഡിയോയും തുടർന്നുള്ള എല്ലാ വീഡിയോകളും പ്രയോജനമാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേർ തുടർച്ചയായി ചോദിച്ചിട്ടുണ്ടായിരുന്നു വരാഹി അമ്മയുടെ ലളിതമായ നാമങ്ങൾ കൊണ്ടുള്ള നിത്യപ്രാർത്ഥന ഉണ്ടാവണമെന്ന്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗത്തിൽ ഫലം നൽകുന്ന ദേവതയാണ് വരാഹി ദേവി. എല്ലാവരും വിശ്വാസമർപ്പിച്ച് ആഴത്തിലുള്ള പ്രാർത്ഥന ദേവിയിൽ സമർപ്പിക്കുക. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കൈവല്യരൂപിണിയാണ് അമ്മ മഹാമായ വരാഹി ദേവി. തീർച്ചയായും എല്ലാവരിലും ദേവിയുടെ കടാക്ഷമുണ്ടാവും. എല്ലാവരുടെ കഷ്ടതയും വിഷമങ്ങളും മാറും. ആഴത്തിലുള്ള വിശ്വാസത്തിലുള്ള നമ്മുടെ നിത്യപ്രാർത്ഥന ദേവിക്ക് മുൻപിൽ സമർപ്പിക്കുക. ദേവി എല്ലാവരിലും അനുഗ്രഹം നൽകും. വരാഹി അമ്മയ്ക്ക് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഒരിക്കലും കണ്ടില്ലെന്ന് വെക്കുവാൻ കഴിയില്ല. എല്ലാ ദുരിതവും വിഷമതകളും മാറി നല്ലൊരു നാളെയും ജീവിതവും നമുക്കായി ദേവി കരുതി വെച്ചിട്ടുണ്ട് എന്ന പരിപൂർണ വിശ്വാസത്തോടെ ദേവിയിലേക്ക് പൂർണ്ണമായി നമ്മൾ അടുക്കുക. വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്ത ശ്രീ വരാഹി ദേവിയുടെ തൃപ്പാദത്തിൽ നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ സമർപ്പിക്കുക. എത്ര കഠിനമായ ദുരവസ്ഥയിൽ നിന്നും ദേവി നമ്മളെ കരകയറ്റും. നിഷ്ഠയോടെ ദേവിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടത് എന്താണോ അത് ദേവി സാധ്യമാക്കി തരും. മനസ്സുരുകി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഉണരുക. എല്ലാ ആദിവ്യാധികളും ഒഴിഞ്ഞ് ഹൃദയശുദ്ധിയോടും വിശ്വാസത്തോടും കൂടിയുള്ള പ്രാർത്ഥനയാണ് വരാഹി അമ്മയ്ക്ക് മുൻപിൽ നമ്മൾ സമർപ്പിക്കേണ്ടത്. ആ പ്രാർത്ഥന തന്നെയാണ് അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ കാണിക്കയും സമർപ്പണവും. ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിലോ ത്രിസന്ധ്യ കഴിഞ്ഞോ വരാഹി ദേവിയുടെ ശക്തിയാർന്ന ഈ നാമം നിത്യപ്രാർത്ഥനയായി ജപിക്കാവുന്നതാണ്. വരാഹി ദേവിയുടെ ശക്തിയാർന്ന നാമം ഇതാണ്: ഓം നമോ വരാഹവദനായ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം ഇതാണ്: പന്നിയെ അഭിമുഖീകരിക്കുന്നതിന് നമസ്കാരം. ദേവി നമ്മുടെ കർമ്മങ്ങളെ ആഴത്തിൽ കുഴിച്ചെടുക്കുകയും നമ്മെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. യാദൃച്ഛികമായി ഒന്നും ഉപേക്ഷിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറുവാൻ ദേവി നമ്മെ സഹായിക്കുന്നു എന്നതാണ്. ഓം നമോ വാരാഹേ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം ഇതാണ്: മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വരാഹൻ്റെ പത്നിയായവൾക്ക് നമസ്കാരം എന്നതാണ് അർത്ഥം. ഓരോ നാമത്തിൻ്റെയും പരിപൂർണമായ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജപം തുടർന്നാൽ വരാഹി ദേവിയുടെ അനുഗ്രഹവും ആശീർവാദവും ഐശ്വര്യങ്ങളും നമുക്ക് വളരെ വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാക്കുന്നു. വരാഹി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുന്നതിനായി നമ്മുടെ പ്രാർത്ഥന തുടരാം. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ
वाराहे नमः। ॐ नमो वराहवदनाय नमः। ॐ नमो 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 वाराहे नमः। ॐ नमो वराहवदनाय नमः।
ॐ नमो वाराहे नमः। ॐ नमो वराहवदनाय नमः। ॐ नमो वाराहे नमः। ॐ नमो वराहवदनाय नमः। ॐ नमो वाराहे नमः। ॐ नमो वराहवदनाय नमः। ॐ नमो वाराहे नमः। ॐ नमो वराहवदनाय नमः। ॐ नमो वाराहे 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 नमः।
ॐ नमो वराहवदनाय नमः। ॐ नमो वाराहे नमः।